നമ്മൾ അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് ഈ ഒരു കവിതയാണ് അല്ലേ. അപ്പം ഞാൻ കവിതയിൽ എന്താണ് പറയണേ, എന്താണ് ഉദ്ദേശിക്കണേ എന്നൊക്കെയാണ് വ്യക്തമായിട്ട് കൊടുത്തിരിക്കുന്നതാണ് നമ്മളിനി എടുക്കുന്ന ഇന്നത്തെ ഭാഗം. അപ്പോൾ ഇതിൽ പറയുന്നതാണ്, വ്യക്തി को मैं नहीं जानता था, हताशा को जानता था, कहते ही वे जानने की हमारी उस जानी पहचानी रूठी को तोड़ देते हैं, जो व्यक्ति के नाम, पते, उम्र, ओहदे या जाति से जानने को जोड़ती है. यदि हम किसी व्यक्ति को उसकी हताशा, निराशा, असहायता या उसकी संकट से नहीं जानते तो हम कुछ नहीं जानते. सड़क पर घायल पड़े अपरिचित व्यक्ति को देखकर क्या हम कह सकते हैं कि उसे हम नहीं जानते? वास्तव में हम जानते हैं कि यह व्यक्ति मुसीबत में है और इसे हमारी मदद की ज़रूरत है. यह कविता मनुष्य को मनुष्य की तरह जानने की याद दिलाती है. വ്യക്തി കോ മേ നഹീ ജാൻതാ ഥ. കവിതയിൽ പറയാണ്, വ്യക്തി കോ മേ നഹീ ജാൻതാ ഥ. ആ വ്യക്തിയെ ഞാൻ അറിയില്ല, അല്ലെങ്കിൽ എനിക്ക് അറിയില്ല. ഹതാശ കോ ജാൻതാ ഥ. ഹതാശ മീൻസ് നിരാശ. പക്ഷെ അദ്ദേഹത്തിൻ്റെ നിരാശ എന്താണെന്ന് എനിക്കറിയാം. कहते ही वे जानने की हमारी उस जानी पहचानी रूठी को, रूठी മീൻസ് സമ്പ്രദായം, ജാനി പഹച്ചാനി പരിചിതമായ, ചിരപരിചിതമായ എന്നൊക്കെ അർത്ഥം. അപ്പോൾ അദ്ദേഹം പറയുന്ന ആ ജാനന എന്നുള്ള വേട്, വേ ജാനനേക്ക്, ജാനന എന്നുള്ള വേട് ഹമാരി ഉസ് ജാനി പഹച്ചാനി രുട്ടിക്കോ, സാധാരണ ഒരാളെ തിരിച്ചറിയുക എന്നുള്ള ആ സമ്പ്രദായത്തെ തോട് ദെത്തെ, ഇല്ലാതാക്കുന്നു എന്നാണ് പറയുന്നത്. ഇനി എങ്ങനെ ഒരു വ്യക്തിയെ നമ്മൾ സാധാരണ മനസ്സിലാക്കണമെന്നാ പറയണേ, മനസ്സിലാക്കാറ്. ജോ വ്യക്തിക്ക് നാം, വ്യക്തിയെ തിരിച്ചറിയുന്നത് നാം, പേര്, പതേ അഡ്രസ്, ഉമ്ര പ്രായം, വയസ്സ്, ഓഹദ പറഞ്ഞാൽ പദവി പൊസിഷൻ, യാ ജാതി, ജാതി പറഞ്ഞാൽ ജാതി തന്നെ, ജാനിക്കോ ജോഡ്തിഹെ, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൊണ്ടാണ് ഒരു വ്യക്തിയെ നമ്മൾ തിരിച്ചറിയുന്നത്. यदि हम किसी व्यक्ति को उसकी हताशा, निराशा, असहायता या उसके संकट से नहीं जानते तो, ഒരു മനുഷ്യനെ കുറിച്ച് നമ്മൾ അറിയുമ്പോൾ യദി ഉസ്കി हम किसी व्यक्ति को उसकी हताशा, ഹതാശ എന്ന് പറഞ്ഞാലും നിരാശ തന്നെയാണ് അർത്ഥം, നിരാശയും നിരാശ തന്നെയാണ്. അസഹായത, സഹായിക്കണം അല്ലെങ്കിൽ ആരും സഹായിക്കാൻ ഇല്ലാത്തൊരവസ്ഥ, ഉസ്കി സങ്കട് അവരുടെ സങ്കടങ്ങൾ, ബുദ്ധിമുട്ടുകൾ, നെഹിം ജാത്തിത്തു, ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഒരു വ്യക്തിയുടെ കുറിച്ച് നമുക്ക് അറിയില്ല എങ്കിൽ, ആ വ്യക്തിക്ക് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്, ഇത്ര ബുദ്ധിമുട്ടുണ്ട് എന്ന് നമ്മൾ അറിയണില്ല എങ്കിൽ, ഹം കുച്ച് നെഹിം ജാത്തെ, നമുക്ക് ഒന്നും അറിയില്ല. സടക് പർ ഘായൽ പടേ അപരിചിത വ്യക്തിക്കോ ദേക്കർ, സടക് എന്ന റോഡ്, ഘായൽ മുറിവേൽക്കുക, അപകടപ്പെടുക എന്നൊക്കെ അർത്ഥം. അപരിചിത വ്യക്തിക്കോ, പരിചയമില്ലാത്ത ഏതോ ഒരു വ്യക്തി നമ്മളുടെ മുൻപിൽ വെച്ച് അപകടത്തിൽപ്പെട്ട് റോഡിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ, ഹം കഹ സക്തേ ഹൈ കി ഉസെ ഹം നഹീ ജാൻതേ, നമ്മൾ പറയുമോ അവരെ സഹായിക്കാതെ എനിക്ക് ഇയാളെ അറിയില്ല എന്ന് പറഞ്ഞ് നമ്മൾ മാറി നിൽക്കുമോ എന്നാണ് ചോദിക്കുന്നത്. വാസ്തവമേ ഹം ജാൻതേ ഹൈ കി, പക്ഷെ ശരിക്കും നമുക്ക് മനസ്സിലാക്കാം, യഹ് വ്യക്തി മുസീബത്ത് മെഹി, നമ്മൾ ആ സമയത്ത് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്തായിരിക്കും, മുസീബത്ത്, ബുദ്ധിമുട്ട്, അയാൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് എന്ന്, വിഷമുണ്ട് എന്ന്. और हम उसे हमारी मदद की ज़रूरत है, और उसे हमारी മദത് സഹായം, നമ്മുടെ സഹായത്തിൻ്റെ ജറൂരത്ത്, ആവശ്യമുണ്ട് അദ്ദേഹത്തിന് എന്ന് നമുക്ക് മനസ്സിലാവും. ഈ കവിത മനുഷ്യക്കോ മനുഷ്യക്ക് തര ജാനേക്ക് യാദിലാത്തേ, അങ്ങനെ മനുഷ്യനെ പോലെ തിരിച്ചറിയാനുള്ള ഒരു കവിതയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. കവിത लगातार नहीं जानने और जानने का बयान करती जाती है, शिल्प की इस बारीक कारीगरी को देखे. ഇനി പറയാണ്, കവിത लगातार തുടർച്ചയായിട്ട്, നെഹിം ജാനനെ ഓർ ജാന്ന, അറിയില്ല എന്നും അറിയുക എന്നുമുള്ള വേടുകള്, ബയാൻ കർത്തി ജാത്തിഹെ, തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ഒന്നിടവിട്ടായിരുന്നു നെഹിം ജാന്ന എന്നും ജാന്ന എന്നുള്ള വേടും. ശില്പിക്ക് ഈ ബാരിക് കാരിഗരിക്കതേക്ക്, കവിതയിൽ എഴുതിയിരിക്കുന്ന ആ ശൈലിയുടെ പ്രയോഗങ്ങള് എത്ര കൃത്യമായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ആ കാരിഗരി, ആ പണി എങ്ങനെയാ കൊടുത്തേണേ നോക്കൂ പറയാണ്. वह मुझे नहीं जानता था, हाथ बढ़ाने को जानता था, हम एक दूसरे को नहीं जानते थे, साथ चलने जानते थे.
यह नहीं जानना और जानना कविता में किसी लोकगीत की स्थाई की तरह बार बार लौटता है। गद्य में लिखी हुई किसी कविता में लिरिकल या गीतात्मकता का बोध इस खूबी के साथ हिंदी की किस कविता में आया है? याद नहीं आ रहा। वह मुझे नहीं जानता था. അദ്ദേഹത്തിന് അല്ലെങ്കിൽ അവന് മുജെ നഹി എന്നെ അറിയില്ല. ഹാത്ത് പഠാനെ കോ ജാനതാ താ, ഞാൻ കൈ നീട്ടിയില്ലോ സഹായിക്കാൻ. വഹ് ജാനതാ താ, അതറിയാമായിരുന്നു. ഹം ഏക് ദൂസരെ കോ നഹി ജാനത്തെ തേ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം അറിയില്ല. സാത്ത് സാത്ത് ചൽനാ ജാനത്തെ തേ, അതായത് കൂടെ നടക്കണം, ഒരുമിച്ച് നടക്കണം എന്നുള്ളത് അറിയായിരുന്നു. യഹ നഹിം ജാന്ന ഓർ ജാന്ന, അറിയുക എന്നും അറിയില്ല എന്നുമുള്ള കവിതയിലെ ലോക്ഗീത് കി സ്ഥായി, ഒരു നാടൻ പാട്ടിന്റെ രീതിയിലാണ് ബാർ ബാർ ലൗട്ടായി, വീണ്ടും വീണ്ടും അതിൽ വരുന്നത്. കാരണം ഒരു നാടൻ പാട്ട് പാടുമ്പോൾ സ്വാഭാവികമായും ചില വരികൾ, ചില വാക്കുകൾ ഒക്കെ ആവർത്തിച്ചു കൊണ്ടുപോകും. അതാണ് ആ നാടൻ പാട്ടിനെ കുറച്ചും കൂടി മെച്ചപ്പെടുത്തുന്നത്. അതേപോലെ ഈ കവിതയിലും അപ്പോൾ ഒരു നാടൻ പാട്ടിന്റെ ശൈലിയിൽ പോയി വീണ്ടും വീണ്ടും ആവർത്തിച്ചു വരുന്നു പറയാണ്. ജാന്ന എന്നുള്ള വേടും നഹീം ജാന്ന എന്ന വേടും. അപ്പോൾ ഒരു നാടൻ പാട്ടിൽ എങ്ങനെയാ പ്രത്യേകത എന്ന് വെച്ചാൽ വരികളോ അല്ലെങ്കിൽ വാക്കുകളോ ആവർത്തിച്ച് വരികയാണെങ്കിലാണ് ആ കവിത ഒന്നും കൂടി, ആ പാട്ടിനെ ഒന്നും കൂടി നന്നാക്കുക എന്ന് പറയുന്നു. അതേപോലെ ഗദ്യമേ ലിഖി ഹുയി പറയാണ്, ഗദ്യരൂപത്തിൽ എഴുതിയിരിക്കുന്ന ഇങ്ങനെ ഒരു കവിതയിലെ ലിറിക്കൽ യാ ഗീതാത്മകത കാ ബോധ്, ലിറിക്കൽ എന്ന വരികൾ അതുപോലെ തന്നെ താളത്തിനനുസരിച്ച് ഉള്ളത് ആ രീതി ഇസ് ഖൂബി കെ സാത്ത് ഹിന്ദി കെ കിസി കവിത മേ ആയാ ഹെ യാദ് നഹി ആ രഹാ ഹെ. ഇത്രയും നല്ല രീതിയിൽ ഒരു കവിത പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന രീതിയിൽ ഇതുപോലെ എഴുതിയിരിക്കുന്ന ഒരു കവിത വേറെ ഉണ്ടോ എന്ന് അറിയില്ല, ഓർമ്മയില്ല എന്നാണ് ലേഖകൻ പറയുന്നത്. जैसे किसी गजल की आखिरी शेर के आखिरी शब्द श्रोताओं की जुबान पर आपसे आप आ जाते हैं, वैसे ही इस कविता के अंतिम शब्द यानी साथ साथ चलना के याद के बाद यदि कविता पाठ रोक दिया जाए तो सुनने वाले खुद वाक्य पूरा कर देंगे और कहेंगे जानते थे. ജേസെ കിസി ഗസൽ കി ആഖിരി ഷേർ, അപ്പോൾ ഇത് ഗസൽ പാടുകയാണ് എങ്കിൽ അതിൻ്റെ ആഖിരി ഷേർ, അവസാന വരി, ഷേർ മീൻസ് വരി, അവസാന വരി, ആഖിരി ശബ്ദ്, അവസാന വരിയിലെ അവസാന വേട്, ശ്രോതാവോ കി ജുബാൻ പർ അപ്നെ ആപ്പ് ആജാതെ, ശ്രോതാക്കളുടെ നാവിൻ തുമ്പത്ത്, അപ്നെ ആപ്പ് സ്വയം തന്നെ അത് വരുന്നത്. അതായത് ഒരു പ്രാവശ്യം കേട്ട് കഴിഞ്ഞാൽ ഗസലിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ അറിയാതെ തന്നെ വീണ്ടും അത് ആവർത്തിച്ച് പാടും അവസാനത്തെ വാക്കുകൾ അത്രേ. वैसे ही इस कविता के अंतिम शब्द, അതുപോലെ തന്നെ ഈ കവിതയിലെ അവസാന വേട് സാത്ത് സാത്ത് ചലന, കൂടെ നടക്കുക എന്നുള്ള വേട്, യദി കവിത പാഠ് രോക് ദിയ ജായ് തോ, കവിത വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നിർത്തിയാൽ തന്നെ, രോഗനം നിർത്തുക എന്നർത്ഥം, നിർത്തിയാൽ തന്നെ, സുനനെ വാലെ ഖുദ് വാക്യ പൂരാ കർ ദേംഗെ, കേൾവിക്കാരെ ശ്രോതാക്കള് അത് മുഴുവനാക്കുന്നു, വാക്യ പൂരാ കർ ദേംഗെ, അവർ കഹെങ്കെ ജാൻതേതെ, ജാൻതേതെ എന്നുള്ള വാക്ക് പറഞ്ഞുകൊണ്ട് ആ വരികളെ മുഴുവനാക്കാനായിട്ട് ശ്രോതാക്കൾക്ക് സാധിക്കും. യഹ് കവിത ജാന്ന ശബ്ദ കെ രൂട്ടിഗ്രസ്ത് അർത്ഥ കോ പൂരി തരഹ സേ ബദൽ ദേത്തി ഹെ. ഈ കവിത ജാന്ന ശബ്ദക്ക്, ജാന്ന എന്നുള്ള വേടിന്റെ ആ സമ്പ്രദായം, പഴയ സമ്പ്രദായത്തിലെ രീതിയെ പൂരി തരഹ സേ ബദൽ ദേത്തി, ബദൽ പറഞ്ഞാൽ മാറ്റുക, ആ പഴയ സമ്പ്രദായത്തെ മുഴുവൻ മാറ്റിയെടുക്കുന്ന ഒരു വേടാണ് ജാന എന്നുള്ള വേട്. इस कविता की पहली दो पंक्तियों में ही कवि अपनी पूरी बात कह देता है. ആദ്യത്തെ രണ്ടു വരിയിൽ തന്നെ കവി ആ കാര്യങ്ങൾ വ്യക്തമാക്കി പറയുന്നുണ്ട്. ശേഷ് പങ്ക്തിയാം ഉസി കഹേ ഗയേ കോ ഔർ സംഘൻ ഓർ ഗഹരാ കർ ദേതി ഹെ. അപ്പോൾ പറയാണ് ആ ബാക്കിയുള്ള വരികളിൽ, ശേഷ് പങ്ക്തിയാം ബാക്കിയുള്ള വരികളിൽ സംഘൻ ഓർ ഗഹര, കുറെ കൂടിയ വരികളെ ബന്ധിപ്പിക്കുന്ന അടുപ്പം ഉണ്ടാക്കാൻ പാകത്തിന് വരികളാണ് പിന്നീട് ഉപയോഗിച്ചാണ് പറയുന്നു. കവിത കെ സന്ദേശ് ഹേ കി, കവിതയുടെ സന്ദേശം ഇതാണ്. ദോ മനുഷ്യോ കെ ബീച്ച് മനുഷ്യത കാ എഹസാസ് യാനി മാനവീയ സംവേദന ഹോന ജറൂരി ഹെ. മനുഷ്യർ തമ്മിലുള്ള കവിത കാ സന്ദേശ് ഹേ, കവിതയുടെ സന്ദേശമാണ്. ദോ മനുഷ്യോ കെ ബീച്ച് മനുഷ്യത കാ എഹസാസ്, രണ്ട് മനുഷ്യർ തമ്മിൽ മനുഷ്യത്വം എന്നുള്ള അനുഭവം,
യാനി മാനവീയ സംവേദന, മനുഷ്യത്വമുണ്ട് എന്നുള്ള ആ വിചാരങ്ങൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് വേണം, ഹോന ജറൂരി ഹെ, ആവശ്യമാണ് എന്നാണ് പറയണത്. ജാൻകാരിയ ജറൂരി നഹിം, ജാൻകാരി. അപ്പോൾ പറഞ്ഞു നിർത്തിയത് ഇങ്ങനെയാണ്. ദോ മനുഷ്യോं के बीच मनुष्यता का एहसास यानी मानवीय संवेदना होना जरूरी है, जानकारियां जरूरी नहीं है. അപ്പോൾ രണ്ടു മനുഷ്യർ തമ്മിലുള്ള ബന്ധം, മനുഷ്യത്വം എന്ന ബന്ധം, ആ അതിനെക്കുറിച്ചുള്ള അനുഭവം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്, അത് മാനവീയ സംവേദന ഹോന ജറൂരി, മനുഷ്യത്വം ഉണ്ട് എന്ന് കാണിക്കുന്ന ആ സ്വഭാവം, ആ സവിശേഷത ഉണ്ടാകണം, അല്ലെങ്കിൽ അത് അത്യാവശ്യമാണ്, മനുഷ്യത്വം ഉണ്ടാവണം എന്നാണ് പറയുന്നത്. അല്ലാതെ ജാൻകാരിയ ജറൂരി, അയാൾ ആരാണ് എന്താണെന്നുള്ള അറിവിൻ്റെ ഒന്നും ആവശ്യമില്ല. കിന്തു യഹ് സന്ദേശ് കവിതാമേ ഉപദേശ് കി തരഹ് നഹീ ആതാ. ഇങ്ങനെയൊക്കെ ആണെങ്കിലും കവിതയിൽ ഒരിക്കലും അതൊരു ഉപദേശമായി, നിങ്ങൾ അങ്ങനെ ആവണം ഇങ്ങനെയൊന്നും പറഞ്ഞൊരു ഉപദേശം പോലെയല്ല അതിലെ അവതരിപ്പിച്ചേനെന്നും പറയണം. ഇനി ഈ പാഠഭാഗത്തിൽ പറഞ്ഞാണ് ചോദ്യം ഇതാണ്. ജാന ശബ്ദ കി ലേഖക് കി വ്യാഖ്യ സേ ആപ് കഹാൻ തക് സഹമത് ഹെ. ജാന എന്നുള്ള വേർഡ് അത് ലേഖനയുടെ വ്യാഖ്യാനിക്കുന്നുണ്ട്, അതിനോടുകൂടി നിങ്ങൾ എത്രത്തോളം യോജിക്കുന്നുണ്ട്, സഹമതം യോജിപ്പ്, നിങ്ങൾക്ക് എത്രത്തോളം യോജിപ്പുണ്ട് എന്നാണ് അതിൻ്റെ ആ ചോദ്യത്തിൻ്റെ അർത്ഥം. അതിൻ്റെ ആൻസർ ഇതാണ്. मैं सहमत हूँ. कवि ने कविता में आरंभ से अंत तक जानना शब्द की व्याख्या दी है. വ്യക്തി കോ നഹിം ബൽക്കി ഉനക്കി ഹതാശ കോ ലോഗ് ജാനത്തെ थे. ഞാൻ യോജിക്കുന്നുണ്ട്. കവി കവിതയിൽ ആരംഭം മുതൽ അവസാനം വരെ ജാന്ന എന്നുള്ള വേർഡിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. വ്യക്തിയെ അല്ല, മറിച്ച് ഉനക്കി ഹതാശാക്കോ, അവരുടെ നിരാശയെയാണ് ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഘായൽ ഹുവേ വ്യക്തി നഹിം ജാനതാ ഥാ. മുറിവേറ്റ മനുഷ്യനെ അറിയില്ല. पर उसकी मदद करना जानता था, പക്ഷെ അദ്ദേഹത്തെ സഹായിക്കണം എന്നുള്ള അറിവുണ്ട്. इसका मतलब है मनुष्य को मनुष्य की तरह जानना. ഇതിൻ്റെ അർത്ഥമാണ് മനുഷ്യനെ മനുഷ്യനായിട്ട് മനസ്സിലാക്കണം. ഇനി രണ്ടാമത്തെ ചോദ്യം. കവിതാക്കെ ശില്പപക്ഷ പർ ലേഖക് നിരീക്ഷൺ ക്യാ ക്യാ ഹൈ. കവിതയുടെ ആ ശില്പപക്ഷത്തെക്കുറിച്ച്, അതായത് അതിലെ രൂപങ്ങൾ, വാക്കുകൾ, ശബ്ദങ്ങൾ, ഇതിനൊക്കെ കുറിച്ച് ലേഖൻ എങ്ങനെയൊക്കെയാണ് നിരീക്ഷിച്ചത്. അതിൻ്റെ ആൻസറാണ് जिंदगी की यात्रा में एक दूसरे को जानता नहीं, साथ चलना जानता था. പരസ്പരം അറിയില്ല, ലോകത്തുള്ള ആൾക്കാരെ പരസ്പരം അറിയില്ല, പക്ഷേ ഒരുമിച്ച് നടക്കണം എന്നുള്ള അറിവുണ്ട്. ജാൻതാ നഹിം ഥാ ലേക്കിൻ ഹാത്ത് ബഠാന ജാൻതാ. അറിയില്ല എങ്കിലും ഹാത്ത് ബഠാന, സഹായിക്കാൻ അറിയുമായിരുന്നു. ലോകഗീത് കി സ്ഥായി ഭാവ് കെ രൂപം ജാന്ന ഔർ നഹിം ജാന്ന. ഒരു നാടൻ പാട്ടിൻ്റെ പോലെ അറിയുക, അറിയില്ല എന്നുള്ള വേർഡുകൾ ബാർ ബാർ ആതാത, വീണ്ടും വീണ്ടും വരുന്നുണ്ട്. ആദി കവിക്ക് നിരീക്ഷണം. ഇതൊക്കെയാണ് കവിയുടെ നിരീക്ഷണങ്ങൾ എന്നർത്ഥം. ഇനി അടുത്ത ഭാഗത്തിൽ ഇത് ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾ എഴുതിയെടുക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ ഉത്തരങ്ങൾ കണ്ടുപിടിക്കണം. ടിപ്പണിക്ക് ആധാർ പർ ലിഖെ. ആ തന്നിരിക്കുന്ന പാഠഭാഗത്തിലെ കുറിപ്പിനെ കുറിച്ച് ആധാരമാക്കിയിട്ട് എഴുതണം. ജാന്നേക്ക് രൂട്ടിഗ്രസ്ത് അർത്ഥ്. സമ്പ്രദായത്തിനനുസരിച്ച് പണ്ട് പറയുന്ന ജാന്ന എന്നുള്ളതിനെ കുറിച്ച് എന്താണ് ലേഖനോട് പറയണേ, അതെഴുതുക. ഇനി ജാന്നേക്ക് അസ്ലി ആധാർ, ശരിയായിട്ടൊരു മനുഷ്യനെ മനസ്സിലാക്കുക എന്നുള്ള വേർഡ് എങ്ങനെയൊക്കെ ഉപയോഗിക്കേണ്ടത്, അത് അങ്ങനെ രണ്ടെണ്ണം എഴുതണം. പിന്നത്തെ ചോദ്യമാണ് കവിതാ പർ ടിപ്പണി ലിഖ്തേ സമയ കിൻ കിൻ ബാത്തോം പർ ധ്യാൻ ദേന. ഏതെല്ലാം ഭാഗങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടാണ് ഒരു കവിതയുടെ കുറിപ്പ് തയ്യാറാക്കേണ്ടത്. നരേഷ് സക്സേനയ്ക്ക് ടിപ്പണിക്ക് ആധാർ പർ ലിഖേ. ഇത് നരേഷ് സക്സേനയുടെ ടിപ്പണി, ആ കുറിപ്പിനെ ആധാരമായിട്ട് എഴുതുക എന്ന് പറഞ്ഞു. ഈ രണ്ട് ക്വസ്റ്റ്യനും ഹോംവർക്ക് പോലെ അത് എഴുതി വയ്ക്കുക. അടുത്ത ക്ലാസ്സിന് ആൻസർ പറയാം. ഓക്കെ, താങ്ക് യു.